ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA മലയാളം സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം ചെറുകഥാ സാഹിത്യം എന്ന മെയിൻ പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലിനി ഒരു യൂണിറ്റ് കൂടിയുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, വാട്സപ്പ് നമ്പർ കൊടുക്കാം, വാട്സപ്പിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കും. പേയ്മെൻറ്റ് എല്ലാം പെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതും കൂടി പറയാതിരിക്കാം. ഞാൻ ഓരോരുത്തരും അങ്ങനെ വിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് എത്താനുള്ള പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അസൈൻമെൻറ്റ് വേണ്ടവർ ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ആവശ്യപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ് രാച്ചിയമ്മ എന്ന ഉറൂബിൻ്റെ ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ്. നമുക്ക് നോക്കാം. ഇതിലത്തേം പറയുന്നതെന്ന് വെച്ചാൽ ജോലി അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മളിൽ പലരും സ്വന്തം നാട് വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കേണ്ടി വരാറുണ്ട്. അപരിചിതമായ നാടും ചുറ്റുപാടും കാത്തുവെക്കുന്ന അനുഭവങ്ങളുടെ ആകസ്മികത കൂടിയാണ് ഓരോരുത്തരുടെയും ജീവിതം. എല്ലാവരുടെയും എന്നല്ല, മിക്കവാറും ആളുകളുടെ ജീവിതം. അങ്ങനെ നാട് വിട്ട് താമസിക്കേണ്ടി വന്ന ഒരാഖ്യാതാവിനെ മുൻനിർത്തി ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്രസ്ഥാനത്ത് അവതരിപ്പിച്ച ഒരു കഥയാണ് ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്നുള്ള കഥ. പൊന്നാനി പരുത്തൊളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണൻ, അതായത് PC കുട്ടിക്കൃഷ്ണൻ, അതാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് ഉറൂബ്, അതായത് രചനകളിൽ കൊടുക്കുന്ന പേരാണ് ഉറൂബ് എന്നത്. ആഴത്തിലുള്ള മനുഷ്യ നന്മയിൽ വിശ്വസിച്ച ഉറൂബ് തൻ്റെ ചുറ്റുമുള്ള സാധാരണ ജീവിതത്തെയാണ് കഥയിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് കഥയിലൂടെ കാണിക്കുന്നത്. അതിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ബഷീറിൻ്റെ കഥകളിലും അത് തന്നെയാണ്. 1915 ജൂൺ 8 പൊന്നാനിയിലാണ് ആരുടെ ജനനം? ഉറൂബ് ജനിച്ചത് പൊന്നാനിയിലാണ്. കവിയായി സാഹിത്യജീവിതം ആരംഭിച്ച അദ്ദേഹത്തെ കഥയിലേക്ക് തിരിച്ചുവിട്ടത് അക്കാലത്തെ പൊന്നാനി കളരിയുടെ നേതൃത്വമായിരുന്ന കുട്ടിക്കൃഷ്ണന്മാരാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ തേടി അലഞ്ഞ അനുഭവങ്ങൾ ആ കഥകളെ യഥാർത്ഥത്തിൻ്റെ ഒരു തീവ്ര അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. 1950 മുതൽ 1975 വരെ നീണ്ട 25 വർഷക്കാലം കോഴിക്കോട് ആകാശവാണിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ. വിരമിച്ചതിന് ശേഷം കുങ്കുമം, മലയാള മനോരമ എന്നിവയുടെ പത്രാധിപരായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 ജൂലൈ 10 അദ്ദേഹം അന്തരിച്ചു. പ്രസിദ്ധീകരിച്ച ആദ്യ കഥാസമാഹാരമാണ് നീർച്ചാലുകൾ. ആകെ 21 സമാഹാരങ്ങളിലായിട്ട് 150ഓളം കഥകൾ രാച്ചിയമ്മ, ലാത്തിയും പൂക്കളും, അതുപോലെ ഗോപാലൻ നായരുടെ താടി, മൗലവിയും ചങ്ങാതിമാരും, വെളുത്ത കുട്ടി എന്നിവയേറെ പ്രശസ്തി നേടിയ കഥകളാണ്. നോവല്, കവിത, ബാലസാഹിത്യം, ലേഖനം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ശ്രദ്ധേയമായ രചനകൾ ആരുടേതായിട്ടുണ്ട്? ഉറൂബിൻ്റേതായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉമ്മാച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയതാണ് സുന്ദരികളും സുന്ദരന്മാരും. കേരള സാഹിത്യ അവാർഡ് കിട്ടിയത് 1958, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് 1960 കേട്ടോ. ഇതുകൂടാതെ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ വൈകാരിക നിലയിലേക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവരിലൊരാളായിട്ട് മാറാൻ ഉറൂബിന് പ്രത്യേക വൈഭവം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യസാഹിത്യ സൃഷ്ടികളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും. നാടകലോകത്തും ഉറൂബ് തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നാടകരചയിതാവ് മാത്രമല്ല, നല്ലൊരു നടൻ കൂടിയാണ് താനെന്ന് അദ്ദേഹം ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയിലെ അബൂബക്കർ വേഷം അനശ്വരമാക്കിക്കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ചോദിക്കട്ടോ, അദ്ദേഹം നടനായിട്ട് അഭിനയിച്ചത് ഏതാണ്? ആരുടെയാണ്? ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയിൽ അബൂബക്കർ എന്നൊരു വ്യക്തിയുടെ വേഷം. സിനിമയിലും തൻ്റേതായ ഇടം ഉറൂബ് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും ആരുടേതാണ്? ഉറൂബിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ രചന ആസ്പദമാക്കിയിട്ട് ധാരാളം സിനിമകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. മനുഷ്യനെയും അവൻ്റെ പ്രകൃതിയെയും കുറിച്ചുള്ള വികാരപരമായ ചരിത്രങ്ങളാണ് ഉറൂബിൻ്റെ കഥകൾ. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് യാതൊരു സങ്കീർണതയും ഇല്ലാതെ അവതരിപ്പിച്ച് മാനവികതയെ മുൻനിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ചെയ്യുന്നത്. അധാർമികമായ ലോകത്തിനെതിരെ കാൽപ്പനിക വിരുദ്ധ ഇതിൻ്റെ ഒരു ചിരിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. അതായത് സമൂഹത്തിൽ കാണുന്ന അധാർമികതകളെ ഒരു ചിരിയോട് കൂടിയിട്ട് അതിനെ കാൽപ്പനിക ലോകത്തേക്ക് കൊണ്ടുവരികയാണ് ഉറൂബ് ചെയ്യുന്നത്. അമ്പരിപ്പിക്കുന്ന വൈവിധ്യം കഥാപാത്ര സൃഷ്ടികളിൽ ഉറൂബ് വെച്ച് പുലർത്തിയിട്ടുമുണ്ട്.
എന്ന് പറഞ്ഞാൽ ഓരോ കഥയിലെ കഥാപാത്രങ്ങൾക്കും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയില്ലോ നമ്മൾ. ആ രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു ആരൊക്കെ? തകഴി, ബഷീർ, കേശവദേവ്. ഇവരൊക്കെ എന്താണ്? വിമർശന രീതിയിൽ സ്വന്തം കാലഘട്ടത്തോട് പ്രതികരിച്ചവരാണ്. ആ സമയത്ത് ഉറൂബ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്നൊക്കെ മാറിയിട്ട് സാമൂഹ്യ വസ്തുതകളെ സൗമ്യമായ ഭാവത്തിൽ പ്രതിപാദിച്ചു പോരുകയാണ് ആര് ചെയ്തിട്ടുള്ളത്? ഉറൂബ് ചെയ്തിട്ടുള്ളത്. അതാണ് തൻ്റെ സമകാലികരിൽ നിന്ന് ആരെ വ്യത്യസ്തനാക്കുന്നത്? ഉറൂബിനെ വ്യത്യസ്തനാക്കുന്നത്. ഉറൂബിൻ്റെ കഥകളിൽ നിന്ന് കഥ ഏത് ജീവിതം ഏത് എന്ന് വേർതിരിച്ചെടുക്കാൻ പലപ്പോഴും വായനക്കാർക്ക് കഴിയില്ല എന്ന് പറയാം. ആ രീതിയിൽ എന്താണ്? കഥാപാത്രം ജീവിതത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ലളിതവൽക്കരിച്ച്, അതായത് ഒന്നുകൂടി സോഫ്റ്റ് ആക്കിയിട്ട് വായനക്കാർക്ക് ആസ്വാദനത്തിൻ്റെ പുതിയൊരു അനുഭവം കൊടുക്കാനാണ് രാച്ചിയമ്മ അടക്കമുള്ള കഥകളിൽ ആര് ശ്രമിച്ചിട്ടുള്ളത്? ഉറൂബ് ശ്രമിച്ചിട്ടുള്ളതും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ നടുമുറ്റത്തേക്ക് കയറ്റിയിരുത്താൻ പ്രാപ്തി നേടിയ മലയാള കഥ എന്നാണ് രാച്ചിയമ്മ എം കൃഷ്ണൻ നായർ എന്ന നിരൂപകൻ വിശേഷിപ്പിച്ചത്. നിരൂപകനാണ്, എന്നിട്ട് പോലും അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ നടുമുറ്റത്തേക്ക് കയറ്റിയിരുത്താൻ പ്രാപ്തി നേടിയ മലയാള കഥ എന്ന രാച്ചിയമ്മയെ. ഇനി നമ്മൾ കഥയിലേക്ക് പോവാണ് കേട്ടോ. 11 വർഷം കഴിഞ്ഞിട്ട് രാച്ചിയമ്മയെ കാണുകയാണ് നമ്മുടെ കഥാനായകൻ. അങ്ങനെയാണ് കഥ അവതരിപ്പിക്കുന്നത്, കഥ തുടങ്ങുന്നത്. കരിങ്കൽ പ്രതിമ പോലുള്ള ശരീരവും ചങ്കൂറ്റമുള്ള തൻ്റെ മനസ്സിൽ നിന്ന് മായില്ല എന്ന് വിചാരിച്ചെങ്കിലും കാലം അത് തെറ്റിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത്രയും ചങ്കുറപ്പുള്ള മനസ്സാണ് രാച്ചിയമ്മക്ക്, തനിക്കും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് 11 വർഷം കഴിയുമ്പോഴും തൻ്റെ മനസ്സിലേക്ക് ആ പഴയ കാമുകി അല്ലെങ്കിൽ നായികയായ ആ രാച്ചിയമ്മ കയറി വരികയാണ്. അപ്പം അത് കാലം വായിച്ചു, അത് തെറ്റിച്ചു, എൻ്റെ ചിന്ത എന്ത് ചെയ്തിരിക്കുന്നു? തെറ്റിയിരിക്കുന്നു. എങ്കിലും നീലഗിരിയിൽ നിന്ന് പോന്നതിന് ശേഷം ഇടയ്ക്ക് രാച്ചിയമ്മയെ ഓർത്തിരുന്നു. ഇപ്പോഴും രാച്ചിയമ്മക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. നഖങ്ങൾക്ക് ഇപ്പോഴും തിളക്കവും ശുചിത്വവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവനകളാണ് കേട്ടോ. മൂക്കും കണ്ണും അതുപോലെ തന്നെ ഇരിക്കുന്നു. ടോർച്ച് അടിക്കുന്നത് പോലെയുള്ള ചിരിയിലും ഒരു മാറ്റവുമില്ല. ആരെക്കുറിച്ച് പറയും? രാച്ചിയമ്മ 11 വർഷം കഴിഞ്ഞിട്ട് രാച്ചിയമ്മ കാണുമ്പോൾ അദ്ദേഹം പറയുകയാണ്, തലയിൽ 1-2 വെള്ളി വരകൾ പുതിയതായി എത്തിയിട്ടുണ്ട് എന്ന് മാത്രം, 1-2 മുടികൾ ഇങ്ങനെ നരച്ചിട്ടുണ്ട് എന്ന് മാത്രം. നീലഗിരിയിലേക്ക് ഉദ്യോഗസ്ഥനായി എത്തിപ്പെട്ടത് കാര്യമായ ഒരു സൗന്ദര്യവുമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു എങ്കിലും അതൊന്നും അമ്മയെ അറിയിച്ചിട്ടില്ല അദ്ദേഹം. ഓരോ എഴുത്തിലും എന്താണ്? സുഖമാണ്, ഇവിടെ സുഖമാണ്, കുഴപ്പമില്ല എന്ന് എല്ലാവരും അങ്ങനെ തന്നെയല്ല. ആ രീതിയിൽ തന്നെയാണ് കഥാനായകൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയിച്ചിരുന്നത്. അപ്പോൾ അന്നാണ് അദ്ദേഹം ആ എഴുത്തങ്ങനെ അയച്ചത്. ആ സമയത്താണ് സുഖമാണെന്ന് എഴുതി കഴിയുമ്പോഴാണ് രാച്ചിയമ്മ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പാൽ വേണ്ടേ എന്ന അന്വേഷണവുമായിട്ടാണ് അവർ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാൽ കച്ചവടക്കാരിയാണ്, പാൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിയതാണ്. കഥാനായകൻ്റെ അരിവെപ്പുകാരൻ, അതായത് ആ കഥാനായകന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന ചെക്കൻ ആദ്യ ദിവസം രാച്ചിയമ്മയുടെ വീട് കണ്ടെത്താനാകാതെ മടങ്ങിപ്പോന്നു. അന്ന് രാച്ചിയമ്മ എന്ത് ചെയ്തു? പാല് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. രാച്ചിയമ്മ പരിചയപ്പെടുകയും താൻ മൈസൂരുകാരിയാണ് എന്ന് പറയുകയും ചെയ്തു. പിറ്റേന്ന് മുതൽ ചെറുപ്പക്കാരൻ, അതായത് പാചകക്കാരൻ, ആരുടെ? കഥാനായകൻ്റെ പാചകക്കാരൻ, ചെറുപ്പക്കാരൻ പോയിട്ട് പാല് വാങ്ങി വരാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് കഥാനായകൻ ജോലി കഴിഞ്ഞ് വരുന്ന വൈകുന്നേരം വഴിയിൽ വെച്ചാണ് രാച്ചിയമ്മയെ പിന്നീട് അദ്ദേഹം കണ്ടുമുട്ടുന്നത്. രാച്ചിയമ്മ ഏതോ ചെറുപ്പക്കാരനെ ശകാരിക്കുകയാണ്. കടം വാങ്ങിയ കാശ് തിരികെ ചോദിച്ചുകൊണ്ടാണ് ശകാരിക്കുന്നത്. ഉറക്കെ അലറി ചെറുപ്പക്കാരനിൽ നിന്ന് കാശ് വാങ്ങുന്ന രാച്ചിയമ്മ കഥാനായകനെ കാണുമ്പോൾ ഒന്ന് പരുങ്ങുന്നുണ്ട്. താൻ എന്തുകൊണ്ട് രാച്ചിയമ്മയെ ഓർത്തില്ല എന്ന കുറ്റബോധത്തോടെ കഥാനായകൻ്റെ ചിന്ത വീണ്ടും ഇങ്ങോട്ട് പോവാണ്, ആ പഴയ കാലത്തേക്ക് പോവാണ്. 11 വർഷം കൊണ്ട് നാടിന് വലിയ മാറ്റമുണ്ടായി. തിരിച്ചെത്തി കാണുകയാണല്ലോ. ഇനി നാടിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആശുപത്രി വലുതാവുകയും റോഡിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കഥാനായകൻ വീണ്ടും ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അസ്വസ്ഥമായ മനസ്സോടെ തെണ്ടിത്തിരിഞ്ഞ് ഒരു ആനയുടെ മുമ്പിൽ പെട്ടതും എവിടെ നിന്നോ പൊട്ടി വീണത് പോലെ രാച്ചിയമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടതും തന്നെ രക്ഷിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കാലത്തിനിടയിൽ, നീലഗിരിയിലെ ജീവിതകാലത്തിനിടയിലുണ്ടായ സംഭവങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. പിന്നെയും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും വീണ്ടും ജോലി ഇവിടെ ആയോ എന്നുമുള്ള രാച്ചിയമ്മയുടെ ചോദ്യങ്ങളോടുകൂടി അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വർത്തമാന കാലത്തിലേക്ക്, അതായത് ഞാനിപ്പോൾ വീണ്ടും വന്നതാണെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. മിസ്സിസ് നായരെ കാണാനാണ് വന്നതെന്ന മറുപടിക്ക് തനിക്കും കാണാനായല്ലോ എന്ന സമാധാനം രാച്ചിയമ്മ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആർക്ക് കാണാൻ? മിസ്സിസ് നായരെയല്ല, രാച്ചിയമ്മക്കും കഥാനായകനെ കാണാനൊരു അവസരമായല്ലോ എന്ന് രാച്ചിയമ്മ പറയുകയാണ്.
മുമ്പൊരിക്കൽ വസൂരി പിടിപെട്ട കാലത്ത് അടുത്ത് വന്ന് ശുശ്രൂഷിക്കുകയും ഭക്ഷണം ഒരുക്കുകയും ചെയ്ത രാച്ചിയമ്മ തനിക്കൊരു അത്ഭുതമായിരുന്നു. ആർക്ക്? വസൂരി വന്നപ്പോൾ, നീലഗിരിയിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ കഥാനായകന് വസൂരി വന്നപ്പോൾ അവരെ ചികിത്സിക്കാൻ, അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് ആരെത്തിയിരുന്നു? ഈ രാച്ചിയമ്മ വരികയും അടുത്തിരിക്കുകയും ചെയ്തത് ഒരു അത്ഭുതമായിട്ട് അദ്ദേഹം ഓർക്കുകയാണ്. ഒരിക്കൽ താൻ അവളെ ഉപദ്രവിച്ചിരുന്നു എന്ന കുറ്റബോധത്തോടെ അയാൾ ഓർക്കുകയാണ്. തൻ്റെ കൈ കടന്നു പിടിക്കുമ്പോഴും പണ്ട് അമ്മയ്ക്ക് കൊടുത്ത വഴി പിഴക്കില്ല എന്ന വാക്ക് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ആര് ചെയ്തത്? രാച്ചിയമ്മ ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. അത് ഓർമ്മിപ്പിച്ചിട്ട് പിന്നെ രാച്ചിയമ്മ പറയാണ്, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ എന്നും നിങ്ങൾക്ക് വഴങ്ങിയാൽ പിന്നെ താൻ ജീവിച്ചിരിക്കില്ല എന്നും പറയുന്നിടത്താണ് അയാൾ പിൻവാങ്ങുന്നത്, അവളോ കൈവിട്ടു പോകുന്നത്. പിന്നീട് അയാളുടെ ഭാര്യയെയും മക്കളെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന രാച്ചിയമ്മ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കഥാനായകൻ വീണ്ടും അത്ഭുതപ്പെടുന്നു. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ഭാര്യയും മകളെയും കുറിച്ച് അവൾ അന്വേഷിക്കാതെ അതിൽ അത്ഭുതപ്പെടുക. മകൾ വിജയലക്ഷ്മിയെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കാൻ ഇനിയെങ്കിലും പണം സമ്പാദിച്ചിരിക്കണം എന്ന് അവൾ ഇദ്ദേഹത്തെ കഥാനായകനെ ഉപദേശിക്കുന്നുമുണ്ട് ആ കൂട്ടത്തിൽ. അപ്പം അടുത്തപടി കഥാനായകൻ ചോദിക്കുക, രാച്ചിയമ്മ പണം സമ്പാദിക്കുന്നുണ്ടോ? അപ്പോൾ അവൾ മറുപടി കൊടുക്കുന്നത് എന്താണ്? രാച്ചിയമ്മയുടെ കഥാനായകൻ്റെ ചോദ്യത്തിന് പണം സൂക്ഷിക്കുന്നുണ്ടെന്നും അവകാശിയായിട്ട് താൻ ബാങ്കിൽ നിർദ്ദേശിച്ചത് താങ്കളുടെ മകൾ ലക്ഷ്മിക്കാണെന്നും പറയുന്നിടത്ത് രാച്ചിയമ്മ പിന്നെയും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു പരിചയമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ മകൾ തൻ്റെയും കൂടി മകളായി കണ്ടുകൊണ്ട് അവളാണ് തൻ്റെ പണത്തിന് അവകാശിയായിട്ട് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്, പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് രാച്ചിയമ്മ പറയുന്നു. അന്ന് വീട്ടിലേക്ക് ക്ഷണിച്ച രാച്ചിയമ്മയോടൊപ്പം പോകുന്ന കഥാനായകനോട് തന്നെ കല്യാണ ആലോചന വന്ന ആളുകളുടെ വിശദമായ വിവരങ്ങളെല്ലാം രാച്ചിയമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്ക് മുമ്പ് വാക്ക് കൊടുത്തു പറഞ്ഞില്ല, മുമ്പ് കൊടുത്ത മഞ്ഞക്കുറി തൊട്ട സത്യത്തെ മായ്ക്കാനായിട്ട് ചന്ദനക്കുറിയാണ് ഇപ്പോഴുള്ള തന്നിലുള്ളത്. അതായത് ചന്ദനക്കുറി തൊട്ടിട്ടാണ് അമ്മക്ക് മഞ്ഞക്കുറി തൊട്ടിട്ടാണ് അമ്മക്ക് വാക്ക് കൊടുത്തിരുന്നത്. ഇപ്പം അദ്ദേഹം തൊട്ടിരിക്കുന്ന മഞ്ഞക്കുറിയിൽ ചന്ദനക്കുറിയാണ്. അപ്പോൾ മഞ്ഞക്കുറി തൊട്ട സത്യത്തെ മായ്ക്കാൻ വേണ്ടി ചന്ദനക്കുറിയാണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് അവർക്ക് ഒന്നാവാൻ തടസ്സമുണ്ടായില്ല എന്നാണ്. അന്ന് വൈകിയാണ് അയാൾ വീട്ടിലെത്തിയത്. പിറ്റേന്ന് തിരിച്ചു പോകണം. തങ്ങളുടെ ഷെവർലെയിൽ കാറിൽ പോകാമല്ലോ എന്ന് മിസ്സിസ് നായരുടെ ക്ഷണം നിരസിച്ച് ആത്മവേദനയോടെ ബസ്സിൽ ചുരമിറങ്ങുന്ന കഥാനായകനിലാണ് കഥ അവസാനിക്കുന്നത്. നീലഗിരിയിൽ തിരിച്ചു പോരുന്ന അവിടെയാണ് കഥ അവസാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിസ്വാർത്ഥമായ മനസ്സിനുടമയായ സ്ത്രീയാണ് കഥയിലെ രാച്ചിയമ്മ. കരിങ്കൽ പോലുള്ള ശരീരവും കരുത്തുറ്റ മനസ്സും അവർക്കുണ്ടെങ്കിലും കഥാനായകൻ്റെ മുമ്പിൽ മാത്രം പരുങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? രാച്ചിയമ്മയുടേത്. നായകൻ തന്നെക്കാൾ സാമൂഹ്യപരമായി ഒരുപടി ഉയരത്തിലാണ് എന്ന് കഥാനായകനെ തന്നിലേക്ക് മാത്രമായിട്ട് ഒതുക്കാൻ അവർ ആഗ്രഹിക്കണില്ല. നായകൻ നീലഗിരിയിൽ നിന്ന് പോയപ്പോഴും മിസ്സിസ് നായരുടെ അടുത്ത് പോയിട്ട് എല്ലാ വിവരങ്ങളും രാച്ചിയമ്മ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ വിവാഹം കഴിഞ്ഞതും കുഞ്ഞ് ജനിച്ചതും ഒക്കെ അങ്ങനെയാണ് ആരറിയുന്നത്? രാച്ചിയമ്മ അറിയുന്നത്. പിന്നീട് അവളെ കാണുമ്പോഴും വളരെ സ്വാഭാവികമായിട്ടാണ് അവൾ കഥാനായകനോട് പെരുമാറുന്നത്. കഥാനായകൻ മകളെ തൻ്റെ കൂടി മകളായിട്ട് സമ്പാദ്യം മുഴുവൻ എഴുതി വെക്കുക. കഥാനായകൻ്റെ മകളെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാച്ചിയമ്മയുടെ കൂടി മകളായി കണ്ടുകൊണ്ട് സമ്പാദ്യം മുഴുവൻ ആർക്ക് വേണ്ടി എഴുതി വെക്കുകയാണ്? കഥാനായകൻ്റെ മകൾക്ക് വേണ്ടി അവൾ എഴുതി വെക്കുകയാണ്. പക്ഷേ സമ്പാദിക്കാനൊന്നും അയാൾക്ക് താല്പര്യവും മിടുക്കോ ഇല്ല എന്ന വസ്തുതയും ആർക്കറിയാം? രാച്ചിയമ്മയ്ക്ക് അറിയാം. ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സാമുദായിക സദാചാര ബോധം കഥയിൽ തകർന്നു വീഴാണ് അല്ലേ? അന്ന് പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരു സ്ത്രീ അല്ലേ, അപ്പോൾ അവിടെ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവില്ല, ഇവിടെ തകർന്നു വീഴുകയാണ്. യഥാർത്ഥ സ്നേഹം ശരീരം പിടിച്ചെടുക്കലല്ലെന്നും മനസ്സിനെ സ്വാംശീകരിക്കുന്നതാണെന്നും ഈ കഥ വ്യക്തമാക്കുന്നുണ്ട്. ഷെവർലെ കാറും പൊങ്ങച്ചവുമായി നടക്കുന്ന മിസ്സിസ് നായരെ മറുഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ രാച്ചിയമ്മയുടെ വ്യക്തിത്വത്തിന് തിളക്കം പിന്നെയും കൂടുന്നുണ്ട്. കാരണം എന്തില്ല, പണം സമ്പാദിച്ചിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് കൈവിട്ട് കൊടുക്കുകയാണ്. പക്ഷേ അതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കാറുണ്ട്, അതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പുറത്താര് മിസ്സിസ് നായർ. അപ്പോൾ രാച്ചിയമ്മയെ ഒന്നുകൂടി അത് ഉഷാറാക്കുകയാണ്. നീലഗിരിയിലെ പ്രകൃതി അവതരിപ്പിക്കുന്നിടത്ത് മനോഹരമായ ദൃശ്യഭാഷ ഉറൂബ് പ്രയോഗിക്കുന്നുമുണ്ട്. ഇതാണ് നമ്മുടെ രാച്ചിയമ്മ എന്ന കഥയിൽ വരുന്ന ഭാഗങ്ങൾ കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക്സ്.